വെള്ളിക്കുളങ്ങര LP സ്കൂളിന്റെ 5 മാസമായി നടന്നുവരുന്ന ശതാബ്ദി ആഘോഷ പരിപാടികൾ ഈ മാസം 9, 12 തീയതികളിലായി നടക്കുന്ന പരിപാടികളോടുകൂടി സമാപിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. ഇപ്പോൾ ഈ സമാപനം ഏപ്രിൽ 9 നാളെ നടക്കുകയാണ്. അത് 2 ദിവസങ്ങളായി നടക്കുന്ന നേരത്തെ പറയുണ്ടായി. ഏപ്രിൽ 9 12 ഏപ്രിൽ 9 നാളെ വൈകിട്ട് 6 മണിക്ക് അങ്കണവാടി കുട്ടികളുടെ കലോത്സവമാണ് ആദ്യ പരിപാടി. ആ പ്രദേശത്തെ അങ്കണവാടിയിലെ ചെറിയ കൊച്ചു കുട്ടികളുടെ കലാവിരുന്നാണ് ആദ്യ പരിപാടി. അങ്കണവാടി കലോത്സവം എന്ന പേരിലാണ് ഇത് നടക്കുന്നത്. തുടർന്ന് 7 മണിക്ക് സാംസ്കാരിക സദസ്സ്, ഗുരുപൂജ അവാർഡ് ജേതാവ്, ഫോക്ലോറിൻ്റെ ഗുരുപൂജ അവാർഡ് ജേതാവും അതുപോലെ തന്നെ വടക്കൻ പാട്ടിൻ്റെ ഒരു ശില്പി അല്ലെങ്കിൽ വടക്കൻ പാട്ടിൻ്റെ രംഗത്തെ കുലപതി എന്നറിയപ്പെടുന്ന ഒഞ്ചിയം പ്രഭാകരൻ ആണ് ആ സാംസ്കാരിക സദസ്സ് ഉദ്ഘാടനം ചെയ്യുന്നത്. ആ സദസ്സിൽ വെച്ച് നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ടുള്ള കൗമാര യുവജനങ്ങളെ ഏറ്റവും കൂടുതൽ പിടിമുറുക്കിയിട്ടുള്ള ലഹരി എന്ന മാരക വിപത്തിനെക്കുറിച്ച് രംഗീഷ് കടവത്ത് ജീവിതമാണ് ലഹരി എന്ന വിഷയത്തെ അധികരിച്ച് ഒരു നല്ലൊരു പ്രഭാഷണം നാളെ സംഘടിപ്പിച്ചിട്ടുണ്ട്. 7 മണിക്ക് ആണ് ആ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത്രയും ദിവസങ്ങളായി നടന്ന പരിപാടികളിൽ കുട്ടികളും അതുപോലെ തന്നെ നാട്ടുകാരൊക്കെ പങ്കെടുത്ത വിവിധ പരിപാടികളുണ്ട്. അവർക്കൊക്കെയുള്ള സമ്മാനദാനം ഈ പരിപാടിയിൽ വെച്ച് നടത്തും. തുടർന്ന് രാത്രി 9 മണിക്ക് മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഈ വർഷത്തെ മികച്ച നാടകം, സംസ്ഥാന യുവജനോത്സവത്തിൽ സ്കൂൾ കലോത്സവത്തിൽ ഏറ്റവും നല്ല നാടകമായി തിരഞ്ഞെടുക്കപ്പെട്ട മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ശ്വാസം എന്ന നാടകം, ജിനോ ജോസഫ് സംവിധാനം നിർവഹിച്ച ശ്വാസം ഇപ്പം പല വേദികളിലായി അവതരിപ്പിച്ചു വരുന്നു. ഞങ്ങളുടെ സ്കൂളിൽ ശതാബ്ദിയോടനുബന്ധിച്ച് അത് നാളെ 9 മണിക്ക് അരങ്ങേറും. ഇത്രയുമാണ് നാളത്തെ പരിപാടികൾ. തുടർന്ന് ഈ പരിപാടി 2 ദിവസത്തെ ഗ്യാപ്പ് വെച്ച് 12 തീയതി വൈകിട്ട് 5 മണിക്ക് സമാപന സദസ്സ് നടക്കും. ആ സദസ്സിൽ വെച്ച് നമ്മൾ ഈ വർഷം സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന പ്രധാന അധ്യാപിക ശ്രീമതി KP ഉഷ ടീച്ചർക്കുള്ള യാത്രയയപ്പ് കൂടി ആ സദസ്സിൽ വെച്ച് നൽകും. ആ സദസ്സ് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കേരള രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് ആ സദസ്സ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രശസ്ത സാഹിത്യ നിരൂപകൻ പ്രൊഫസർ KV സജയ് ഈ സദസ്സിൽ ഒരു മുഖ്യ പ്രഭാഷണവും നടത്തും. ആ പരിപാടിയിൽ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ സംബന്ധിക്കും. അതുപോലെ തന്നെ സ്കൂളിലെ കുട്ടികളും പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കലാരാവ് തുടർന്ന് അരങ്ങേറും. ഇത്രയുമാണ് ഈ സമാപനവുമായി ബന്ധപ്പെട്ട് ഈ പരിപാടികളിൽ കൂട്ടിച്ചേർത്തിട്ടുള്ളത്. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ, ആയിക്കോട്ടെ. ഫാമിലി വെഡിംഗ് സെന്റർ.